ലോകത്തിലെ ധാരാളം മതങ്ങളൊക്കെ ഉണ്ട്. എല്ലാ മതങ്ങളിലും ധാരാളം കർമ്മങ്ങളും പ്രാർത്ഥനകളും ഒക്കെ ഉണ്ട്. എല്ലാ മതങ്ങളിലുള്ള കർമ്മങ്ങളും പ്രാർത്ഥനകളൊക്കെ തമ്മിൽ ഭയങ്കരമായ സാധർമ്മ്യവും ഒക്കെ ഉണ്ട്. എന്നാൽ എല്ലാ മതവിശ്വാസികളെയും ക്രിസ്തീയ വിശ്വാസിയിൽ നിന്ന് വേർതിരിക്കുന്നത് ഓരോ ക്രിസ്തീയ വിശ്വാസിയും യേശുവിൻ്റെ ശരീരം സ്വീകരിക്കുന്നു. ഇത് ലോകത്തിൽ ഒരു മതത്തിനുമില്ല. ഇതാണ് നമ്മുടെ ഐഡന്റിറ്റി. മറ്റെല്ലാ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു തരം സാധർമ്മ്യമൊക്കെ നമുക്ക് കാണും. പക്ഷെ ഇത് നമുക്ക് ഒരിക്കലും മറ്റൊരു മതവിഭാഗത്തിൽ നമുക്ക് കാണാൻ പറ്റിയല്ല. ഓരോ ക്രിസ്തീയ വിശ്വാസിയും യേശുവിൻ്റെ ശരീരം സ്വീകരിക്കുന്നു. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ശത്രുവിനെ സ്നേഹിക്കുവാനുള്ള സ്നേഹപ്രവാഹമാണ് അതിൽ സംഭവിച്ചിരിക്കുന്നത്. നിനക്ക് അസാധ്യമാണ്, എന്നാൽ യേശു ക്രിസ്തുവിലൂടെ ഇത് സാധ്യമാണ്. അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയുടെ ഐഡന്റിറ്റി എന്താണെന്ന് ചോദിച്ചാൽ അത് ശത്രുവിനെ സ്നേഹിക്കുന്നു എന്നതാണ്. ഇതാണ് നമ്മുടെ ഐഡന്റിറ്റി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിലൂടെയാണ് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സഹോദരങ്ങളെ, നമ്മളെ വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിയുമ്പോൾ ഇതാ യേശുവിൻ്റെ ശരീരം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ മുമ്പിൽ രണ്ട് ശരീരമുണ്ട്. ഒന്ന് നമ്മുടെ മാതാപിതാക്കന്മാർ തന്ന ശരീരം, രണ്ട് ഈശോ തന്ന ശരീരം. ഇനി നീ അത് തീരുമാനിക്കേണ്ടത് ഞാൻ ഏത് ശരീരത്തിൽ വസിക്കണം എന്ന കാര്യം. ഇതുവരെ നമ്മൾ ഇരുന്ന ശരീരത്തിൽ തന്നെ തുടരുകയാണെങ്കിൽ എന്താണ് ആ ശരീരത്തിന് പ്രത്യേകത? എന്താണ് ആ ശരീരത്തിന് പ്രത്യേകത? ആ ശരീരം കൊണ്ട് നീ ആരെ സ്നേഹിച്ചാലും അതിന് ജഡത്തിൻ്റെ സ്നേഹം എന്നാ പറയുക. ആ ശരീരം കൊണ്ട് നീ ആരെ സ്നേഹിച്ചാലും നിനക്ക് സ്നേഹം തിരിച്ചു കിട്ടണം. തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്. തിരിച്ചു കിട്ടിയില്ലെങ്കിലോ അവിടെ എല്ലാം ബന്ധത്തകർച്ചയും വഴക്കുണ്ടാകും. അതാണ് ജഡത്തിന് സ്നേഹത്തിൻ്റെ പ്രത്യേകത. കിട്ടാൻ വേണ്ടിയിട്ടാണ് സ്നേഹിക്കുന്നത്. അതുകൊണ്ട് കിട്ടിയില്ലെങ്കിൽ വലിയ നഷ്ടബോധമാണ്, അവിടെ വഴക്കുണ്ടാകും. ഇന്ന് അനേകം കുടുംബങ്ങളിൽ ഈ ദയനീയ ചിത്രമുണ്ട്. കാരണം ജഡത്തിന് സ്നേഹം കൊണ്ട് സ്നേഹിച്ചിട്ട് ഇപ്പോൾ മാതാക്കന്മാർ മക്കളെ ഭയങ്കരമായിട്ട് പൊന്നുപോലെ സ്നേഹിക്കുന്നു. ജീവിതത്തിന് സായാഹ്നമായി കഴിയുമ്പോൾ അവർ തിരിഞ്ഞു നോക്കാതെ വന്നപ്പോഴേക്കും ഈ മാതാക്കന്മാർ ഉടനെ തന്നെ മക്കൾക്കെതിരായിട്ട് തീരുന്നു, അവരെ ശപിക്കുന്നു. എന്തു വേണ്ടി നല്ല ഭംഗിയായിട്ട് ആരംഭിച്ചത് മുഴുവൻ വഴക്കിലും കലാപത്തിലും ചെന്ന് അവസാനിക്കുന്നു. അത് മുഴുവൻ പൊട്ടിപ്പോകും. ജഡത്തിന് സ്നേഹം പൊട്ടാതിരിക്കുകയല്ല. ഹല്ലേലൂയ. എന്നാൽ നമുക്കിതാ ഒരു ഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. നമ്മളിതാ യേശുവിൻ്റെ ശരീരം സ്വീകരിച്ചിരിക്കുന്നു. ആ ശരീരത്തിൽ നിന്ന് സ്നേഹം ഇതാ ഒഴുകുകയാണ്. അതിന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം, എന്തുമാത്രം സ്നേഹം അതിൽ നിന്ന് വെളിയിലേക്ക് ഒഴുകിയാലും ഒരിക്കലും അതിങ്ങനെ അത്രയും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. അതിങ്ങനെ കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്തുമാത്രം കവിഞ്ഞൊഴുകിയാലും ഈ സ്നേഹം ഒരിക്കലും വറ്റുകയില്ല. കാരണം അതിൻ്റെ ഉറവിടം വറ്റാത്ത ഉറവിടമാണ്. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ഈ ശരീരം കൊണ്ട്, ഈ ശരീരത്തിൽ നാം സ്നേഹം വിളമ്പുമ്പോൾ തിരിച്ചു കിട്ടണമെന്നുള്ള താല്പര്യമൊന്നുമില്ല. കിട്ടിയാൽ വാങ്ങിക്കുന്നു, അത്രയേ ഉള്ളൂ. കിട്ടാൻ വേണ്ടിയിട്ടല്ല ഈ ശരീരത്തിന് സ്നേഹം വിളമ്പുന്നത്. കാരണം ഇത് കവിഞ്ഞൊഴുകുന്ന പാത്രമാണ്. കവിഞ്ഞൊഴുകുന്ന പാത്രത്തിന് കിട്ടണമെന്ന് ആഗ്രഹമേ ഇല്ല. ഇതാണ് നമ്മുടെ ക്യാരക്ടർ. അപ്പം നാം ഈശോയുടെ ശരീരം സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്വഭാവം കിട്ടുകയാണ്. എന്താണ്? ശത്രുവിനെ സ്നേഹിക്കുവാനുള്ള അനുഗ്രഹം. പിന്നെ നമ്മൾ സ്നേഹിക്കുന്നത് ഒരിക്കലും ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ടല്ല. നമ്മൾ വിളമ്പുകാരാണ്. നമ്മൾ വിളമ്പുന്നത് ഈശോയിൽ നിന്ന് അടുത്താണ്.
അതൊരിക്കലും വറ്റാത്ത ഉറവിയാണ്. അവിടെ സ്നേഹം വറ്റിപ്പോകുന്ന പ്രശ്നമേ ഇല്ല. മറ്റേ ശരീരത്തിൽ നമുക്ക് അങ്ങനെ സ്നേഹം വിളമ്പാൻ പറ്റാത്തതിന് കാരണം അതിൻ്റെ ഉറവിടം വറ്റിപ്പോകുന്ന ഉറവിടമായതുകൊണ്ടാണ്. അപ്പോൾ ഒരിക്കലും വറ്റാത്ത സ്നേഹത്തിൻ്റെ ഉറവിടമായ ഈശോയുടെ ശരീരം ഇതാ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു, നമ്മളിലേക്ക് വരുന്നു. അങ്ങനെ നമുക്ക് ഈശോയുടെ ശരീരത്തിൽ പ്രവേശിച്ച് നമുക്ക് വീണ്ടും ജനിക്കാൻ കഴിയും. ഇപ്പം നമ്മളെ വീടുകളിൽ ചോറും റൊട്ടിയൊക്കെ കഴിക്കാറുണ്ട്. ചോറും റൊട്ടിയൊക്കെ കഴിക്കുമ്പോൾ ചോറും റൊട്ടിയും നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ് ചെയ്യുക. പക്ഷെ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മൾ അങ്ങനെയല്ല. കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മൾ യേശുവിൻ്റെ ശരീരത്തിൽ വന്ന് പിറക്കുകയാണ് ചെയ്യുക. ഹല്ലേലൂയ. ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ മുമ്പിൽ രണ്ട് ശരീരം, ഒന്ന് ഈശോ തന്ന ശരീരം, രണ്ട് മാതാപിതാക്കന്മാരിൽ നിന്ന് കിട്ടിയ ശരീരം. ആ ശരീരത്തിനകത്ത് ഒത്തിരി കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. ജനറ്റിക്കലായിട്ടുള്ള ഒത്തിരി കുഴപ്പങ്ങൾ അതിനകത്ത് കിടപ്പുണ്ട്. രണ്ട്, ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ അമ്മയുടെ വികാര വിചാരങ്ങളെല്ലാം കൊച്ചൊപ്പിയെടുക്കും. അതും കിടപ്പുണ്ട്. നമ്മുടെ ബാല്യകാലം, ശിശുപ്രായം നമ്മുടെ ബുദ്ധി കൊണ്ടല്ല, നമ്മുടെ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഒപ്പിയെടുത്തിട്ട് അതെല്ലാം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് കിടക്കുക. നമുക്ക് അറിയാൻ പാടില്ല എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്, എന്തൊക്കെ കിടപ്പെടുന്നതൊന്നും നമ്മൾ കുഴപ്പത്തിലില്ല. ഇതൊക്കെയാണ് ആ ശരീരത്തിൽ കിടക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമ്മൾ ആ ശരീരത്തിലിരുന്നാൽ ആ ശരീരത്തിൻ്റെ സ്വഭാവം കാണിക്കും. ക്രിസ്തുവിൻ്റെ ശരീരത്തിലിരുന്നാൽ യേശുവിൻ്റെ സ്വഭാവം കാണിക്കും. നമ്മൾ ദൈവ സ്വഭാവം കാണിക്കേണ്ടവരാണ്. അപ്പം എങ്ങനെയാണ് നമുക്ക് ദൈവ സ്വഭാവം കിട്ടുന്നത്? ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ പിറന്നാണ് നമുക്ക് ദൈവ സ്വഭാവം കിട്ടുകയുള്ളൂ. അത് കൈയുയർത്തി കൈയടിക്കുക. ചിന്തയിൽ നിന്നാണ് പ്രവൃത്തി ഉണ്ടാകുന്നത്. അതുകൊണ്ട് ചിന്ത മാറ്റിയാലേ പ്രവൃത്തിയിൽ വ്യത്യാസം വരുമുണ്ട്. ചിന്ത എങ്ങനെ മാറ്റുന്നത്? ചിന്ത എവിടെ നിന്നാണ് കടന്നു വരുന്നത്? ചിന്ത വരുന്നത് നമ്മുടെ മെമ്മറിയിൽ നിന്നാണ്. ഒരാൾ അവിടെ നിന്ന് വന്നാൽ എൻ്റെ മെമ്മറി എന്നോട് പറഞ്ഞു തരുന്നത് അത് എൻ്റെ അപ്പനാണെന്ന്. 2ാം ക്ലാസ്സിൽ നിൻ്റെ കൂടെ പഠിച്ച തോമസ് ആണെന്ന് പറഞ്ഞു തരുന്നത് എൻ്റെ മെമ്മറിയാണ്. അപ്പം മെമ്മറിയിൽ നിന്നാണ് ചിന്ത വരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കുഞ്ഞ് ഭൂമിയിലേക്ക് ജനിക്കുമ്പോൾ അതിൻ്റെ കോൺഷ്യസ് മൈൻഡിൽ ഒന്നും കിടക്കാത്തത് കൊണ്ടാണ് കുഞ്ഞ് ജനിക്കുമ്പോൾ ഒന്നും ചിന്തിക്കുന്നില്ല. പക്ഷെ കിടക്കുമ്പോഴേ അതിന് സബ് കോൺഷ്യസ് മൈൻഡാണ് കിടക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ ചിന്ത വരുന്നത് മെമ്മറിയിൽ നിന്നാണ്. അപ്പം ചിന്ത മാറിയാലേ ജീവിതത്തിൽ ചേഞ്ച് ഉണ്ടാവും. ചിന്ത വരുന്നത് മെമ്മറിയിൽ നിന്നാണ്. അപ്പം എന്താണ് ഇതിനർത്ഥം? മെമ്മറി മാറിയാലേ ജീവിതത്തിൽ ചേഞ്ച് ഉണ്ടാവുള്ളൂ. മെമ്മറി മാറിയാലേ ചിന്ത മാറും, ചിന്ത മാറിയാലേ ജീവിതത്തിൽ ചേഞ്ച് ഉണ്ടാവും. ഇനി എന്താ നമ്മുടെ മെമ്മറി? മെമ്മറി എന്ന് പറയുന്നത് ന്യൂറോണിൻ്റെ ഒരു കണക്ഷനാണ്. അതൊരു കെമിക്കൽ ആക്ഷനാണ്. അത് ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ ശരീരം തന്നെയാണ്. മെമ്മറിയും ശരീരവും ഒന്നിച്ചായിരിക്കുക. മെമ്മറി നശിക്കണമെങ്കിൽ ശരീരത്തിലെ സെല്ലുകൾ നശിക്കണം, അല്ലാതെ മെമ്മറി പോയില്ല. നമുക്ക് മറക്കാം, പക്ഷെ മായ്ച്ചു കളയാൻ പറ്റിയല്ല. മായ്ച്ചു കളയണമെങ്കിൽ സെല്ലുകൾ നശിക്കണം. അവിടെ മെമ്മറിയും ശരീരവും ഒന്ന് തന്നെയാണ്. അവിടെ മെമ്മറി മാറണമെങ്കിൽ ശരീരം മാറണം. അപ്പം നമ്മൾ നോക്കുകയും ചിന്ത മാറിയാൽ ജീവിതത്തിൽ ചേഞ്ച് ഉണ്ടാകും. ചിന്ത മാറണമെങ്കിൽ മെമ്മറി മാറണം, മെമ്മറി മാറണമെങ്കിൽ ശരീരം മാറണം. അതുകൊണ്ട് ശരീരം മാറിയാലേ നീ ഒരു പുത്തൻ വ്യക്തിയായിട്ട് മാറുകയുള്ളൂ. ശരീരം മാറ്റിത്തരാമെന്ന് ലോകചരിത്രത്തിൽ പറഞ്ഞ ഒരൊറ്റ ഗുരുവേ ലോകത്തിലുള്ളൂ, അത് യേശുവാണ്. ഒന്ന് കൈയുയർത്തി കൈയടിക്കുക.
പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാണ് ഈശോ ശരീരം മാറ്റി തരുന്നത്? നാം യേശുവിന് ശരീരം സ്വീകരിക്കുന്നു, അങ്ങനെ നമുക്ക് ആ ശരീരത്തിൽ പ്രവേശിക്കാൻ കഴിയും. ഹല്ലേലൂയ. കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ നീ അന്ന് മുതൽ യേശുവിന്റെ ശരീരത്തിൽ വസിക്കുക. അപ്പോൾ ചില ചോദിക്കും, അങ്ങനെ യേശുവിന്റെ ശരീരത്തിൽ പ്രവേശിക്കുന്നത് എങ്ങനെയാണ്? നിന്റെ മനസ്സ് എങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് നീയും പോകും. ഇന്നിപ്പോൾ നിങ്ങളിവിടെ ഇരുന്നോണ്ട് വീടിനെ കുറിച്ച് ചിന്തിച്ച് വീട്ടിൽ നടക്കുന്ന കാര്യമൊക്കെ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ട് ഇവിടെ ഇരുന്ന് നീ ചിരിക്കുകയോ കരയോ ചെയ്യും. നിന്റെ മനസ്സ് എങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് നീയും പോകും. അപ്പോൾ യേശുവിന്റെ ശരീരത്തിൽ എങ്ങനെയാണ് പ്രവേശിക്കുന്നത് ചോദിച്ചാൽ നമ്മുടെ മനസ്സിനെ അതിൽ പ്രവേശിപ്പിക്കുക. അതായത് ഞാനിപ്പോൾ ഈശോയുടെ ശരീരത്തിലാണെന്ന് നീ വിശ്വസിക്കണം. ഇത് ഈശോ തന്ന ശരീരമാണ്, ഞാനിപ്പോൾ ഈ ശരീരത്തിലാണ്. അങ്ങനെ ക്രിസ്തുവിന്റെ ശരീരത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇതുവരെ ഉണ്ടായിരുന്ന ശരീരത്തിൽ ഇപ്പോൾ നീ ഇല്ല. നീ ഇതുവരെയുള്ള ശരീരത്തിലേക്ക് ഒരിക്കലും നീ ഇനി പ്രവേശിക്കരുത്. നീ ക്രിസ്തുവിന്റെ ശരീരത്തിൽ തന്നെ ഇരിക്കണം. അങ്ങനെയാണ് നമ്മൾ ദൈവ സ്വഭാവം നമുക്ക് പ്രകാശിപ്പിക്കാൻ പറ്റുക. ഒന്ന് കൈയുയർത്തി കൈയടിച്ചേ. ഹല്ലേലൂയ. ഇപ്പം എൻ്റെ ഈ ശരീരത്തിൽ നിന്ന് ഞാൻ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഈ ശരീരം ശവമായി. ഇതിനകത്ത് ഞാനിരിക്കുന്നത് കൊണ്ടാണ് ഇത് ലൈവായിട്ടിരിക്കുന്നത്. ഞാൻ ഇതിനകത്ത് പുറത്തു പോയി കഴിഞ്ഞാൽ ഇത് ശവമായി. അപ്പം നമ്മൾ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ അതുവരെയുള്ള ശരീരത്തിനകത്തുനിന്ന് ആ ഞാൻ എന്നത് നീ ക്രിസ്തുവിന്റെ ശരീരത്തിലേക്ക് കൊണ്ടുവരിക. ഞാനിപ്പോൾ യേശുവിന്റെ ശരീരത്തിലാണ്, ആ ശരീരത്തിലല്ല. ആ ശരീരത്തിലല്ല നീ എങ്കിൽ മനസ്സിലാക്കുക, ആ ശരീരവും നിൻ്റെതല്ല, ആ ശരീരത്തിൽ എന്തൊക്കെ കിടപ്പുണ്ടോ അത് നിൻ്റെതല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കൈയുയർത്തി കൈയടിച്ച്.